ഐടെക് സൊല്യൂഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു ഫിസിക്കൽ സെർവറിൽ എങ്ങനെയാണ് നമുക്ക് വിർച്വൽ സെർവർ ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളതും നിലവിലെ ലൈസൻസ് ഉപയോഗിച്ചിട്ട് ഹൈപ്പർ-വി സർവീസ് ഉപയോഗിച്ച് മൈക്രോസോഫ്റ്റിൻ്റെ തന്നെ ഹൈപ്പർ-വി സർവീസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ വിർച്വൽ മെഷീൻസ് ക്രിയേറ്റ് ചെയ്യുന്നത്. ബേസിക്കലി നമ്മൾ സെർവറൊക്കെ പർച്ചേസ് ചെയ്യുമ്പോൾ ഹയർ എൻഡ് സെർവർ പർച്ചേസ് ചെയ്യുക. അതിനുശേഷം നമുക്ക് നമ്മുടെ ലൈസൻസ് ബേസ് ചെയ്തിട്ട് നമുക്ക് എത്ര വിർച്വൽ മെഷീൻസ് വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്താ ഇതിന് ബെനിഫിറ്റ് എന്ന് വെച്ചാൽ നമ്മളൊരു ഫിസിക്കൽ സെർവർ വാങ്ങിച്ചിട്ട് ഫിസിക്കൽ സെർവറിന് ഇപ്പോൾ ഏകദേശം വലിയ എമൗണ്ട് കൊടുത്തിട്ട് ഒരു ഫിസിക്കൽ സെർവർ അത്യാവശ്യം ഹയർ എൻഡ് വേർഷൻ വാങ്ങിച്ചതിന് ശേഷം നമുക്ക് ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മളൊരു ഓഫീസിൽ ഏകദേശം 4-5 സർവീസ് അല്ലെങ്കിൽ സർവീസ് ഇൻഡിവിജ്വലായിട്ട് സെപ്പറേറ്റ് ആയിട്ട് റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ വേറെ റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് സെപ്പറേറ്റ് സർവീസ് വാങ്ങിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ വാങ്ങിക്കുമ്പോൾ നമുക്ക് അഡീഷണൽ കോസ്റ്റ് നല്ല വരും. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ നല്ലൊരു സെർവർ വാങ്ങുക, ഒരു 10 കോറോ 16 കോറോ വരുന്ന ഒരു സെർവർ വാങ്ങുക. അതുപോലെ തന്നെ ഒരു 128 GB അല്ലെങ്കിൽ ഇതിന് ഏറ്റവും മാക്സിമം എത്ര നമ്മൾ ആ റാം സപ്പോർട്ട് വെച്ചാൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ മാക്സിമം കപ്പാസിറ്റി വരുന്ന രീതിയിൽ റാം കപ്പാസിറ്റി വരുന്ന രീതിയിലുള്ള സെർവർ വാങ്ങിക്കുക. അതുപോലെ തന്നെ ഹാർഡ് ഡിസ്ക് മാക്സിമം എത്ര കൊടുക്കാൻ പറ്റുമെന്ന് വെച്ചാൽ അതും വാങ്ങിക്കുക. ഇപ്പോൾ ഒരു 2 TB ഒക്കെ ഹാർഡ് ഡ്രൈവ് അവൈലബിൾ ആണ് SSD-ന്. അങ്ങനത്തെ ഒരു 5-6 ഇട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം സ്പേസ് നമുക്ക് കിട്ടും. അതുപോലെ തന്നെ അത്യാവശ്യം സ്റ്റോറേജ് കപ്പാസിറ്റി ഉണ്ടാകും, റാമിൻ്റെ കാപ്പബിലിറ്റി ഉണ്ടാകും, അതുപോലെ തന്നെ സിസ്റ്റത്തിൻ്റെ പെർഫോമൻസ് എല്ലാം ഉണ്ടാകും. ഓക്കെ, അങ്ങനെ ആകുമ്പോൾ നമ്മളൊരു സെർവർ നമുക്ക് അത്തരത്തിലുള്ള സർവീസ് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു സെർവറോടെ തന്നെ നമുക്കൊരു 8-10 സെർവർ സർവീസസ് വേണമെങ്കിൽ ഇൻഡിവിജ്വൽ സെർവർ ക്രിയേറ്റ് ചെയ്തിട്ട് ഈ വിർച്വൽ മെഷീനിൽ ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിപ്ലോയ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടി ഞാനൊരു ഫിസിക്കൽ സെർവർ ആക്സസ് ചെയ്യുന്നുണ്ട്. എൻ്റെ ഒരു ഫിസിക്കൽ സെർവർ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മൈക്രോസോഫ്റ്റിൻ്റെ റിമോട്ട് കണക്ഷൻ ത്രൂ ആണ് ആക്സസ് ചെയ്യുന്നത്. 202 എന്നാണ് സെർവറിൻ്റെ IP അഡ്രസ്സ്. ഓക്കെ, ഇപ്പോൾ സെർവർ ആക്സസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഞാൻ റിമോട്ടിൽ സിസ്റ്റം ആക്സസ് ചെയ്തിട്ടുണ്ട്. ഇനി ആ സിസ്റ്റത്തിൻ്റെ കപ്പാസിറ്റി അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് സെർവർ മാനേജറിൽ പോകുന്നു. അതിനുശേഷം ലോക്കൽ സെർവറിൽ പോവുക. ലോക്കൽ സെർവർ പോയി കഴിഞ്ഞാൽ ഇവിടെ കാണാൻ പറ്റും നമ്മൾ സെർവറിന് എന്താണ് ഫിസിക്കൽ സെർവറിന് നമ്മൾ എന്താണ് പേര് കൊടുത്തിട്ടുള്ളതും നെയിം കൊടുത്തിട്ടുള്ളത് കാണാൻ പറ്റും. അതുപോലെ തന്നെ എന്തെല്ലാം ഇവിടെ നമ്മൾ എനേബിൾ ആക്കിയിട്ടുള്ളത് കാണാൻ പറ്റും. എന്ന് വെച്ചാൽ നമ്മൾ റിമോട്ട് കണക്ഷൻ എനേബിൾ ആക്കിക്കൊണ്ടാണ് നമുക്കിത് ആക്സസ് ചെയ്യാൻ പറ്റുന്നത്. ടീമിംഗ് എനേബിൾ അല്ല. ടീമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 2, 3, 4 നെറ്റ്വർക്കിനെ ഒരുമിച്ചാക്കിയിട്ട് അതിൻ്റെ ബാൻഡ്വിഡ്ത്ത് ഇൻക്രീസ് ചെയ്യാമെന്നാണ് ടീമിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ചിലപ്പോൾ NIC 1, 2 നമുക്ക് 4 ഇൻ്റർഫേസ് ഉണ്ട്. ഓക്കെ, ഇവിടെ നമുക്ക് 4 ഇൻ്റർഫേസ് കാണാൻ പറ്റുന്നുണ്ട്. അതിൽ ഒരു ഇൻ്റർഫേസ് കണക്ട് ചെയ്ത് ബാക്കി 3 കണക്റ്റഡ് അല്ല. അപ്പോൾ ഫസ്റ്റത്തെ ഇൻ്റർഫേസ് നമ്മൾ IP കൊടുത്തിട്ടുള്ളത് 202 കാര്യങ്ങളൊക്കെ കൂടെ കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ അപ്ഡേറ്റഡ് ആണ്. ഞാൻ ഈ വിൻഡോസ് അപ്ഡേറ്റ് പ്രോപ്പറായിട്ട് അപ്ഡേറ്റ് ഓക്കെ. നമ്മൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ എന്തെങ്കിലും സർവീസോ അല്ലെങ്കിൽ സെറ്റപ്പ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ആ സെർവറിന് ടോട്ടലായിട്ട് ഏതാണോ വെർഷൻ അതിൽ ടോട്ടലായിട്ട് അപ്ഡേറ്റ് ചെയ്യുക. വിൻഡോസ് അപ്ഡേറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഇവിടെ ചെക്ക് ചെയ്താൽ കാണാൻ പറ്റും. ടോട്ടലി ഇന്ന് അപ്ഡേറ്റ് ചെയ്തതാണ്. ആക്ച്വലി ഇന്നലെ അപ്ഡേറ്റഡ് ആണ്, ഇന്നത്തെ ഡേറ്റിൽ കാണാം ഇന്നും അപ്ഡേറ്റഡ് ആണ്. സോ എപ്പോഴും ഇത് അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്ഡേറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ ബാക്കിയുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ചെയ്യാൻ. ലൈസൻസ് ഇംപ്ലിമെൻറ്റ് ചെയ്യുക. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യുക, പ്രോപ്പറായിട്ട് അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ചെയ്യുക. അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് സിസ്റ്റത്തിൻ്റെ കപ്പാസിറ്റി കാണാൻ പറ്റും. Xeon പ്രോസസ്സറാണ്, 2.4 GHz പ്രോസസ്സറാണ്, അറൗണ്ട് 6 TB കപ്പാസിറ്റി ഹാർഡ് ഡ്രൈവിൻ്റെ ഉണ്ട്. അത്യാവശ്യം നല്ലൊരു കപ്പാസിറ്റി ഉള്ള സെർവറാണിത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമുക്ക് വിർച്വൽ മെഷീൻ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടി നമ്മൾ സെയിം സെർവറിലോട്ട് നമ്മൾ ഏതാണോ വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്യുന്ന വിൻഡോസിൻ്റെ ISO ഫയൽ കോപ്പി ചെയ്ത് വെക്കുക. ഞാൻ വീണ്ടും ഇൻസ്റ്റാൾ ചെയ്യുന്ന 2019 സെർവർ തന്നെയാണ്. ബേസിക്കലി ഈ സെർവർ ഞാൻ ഒരു 4-5 സർവേഴ്സ് വിർച്വലായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് എനിക്ക് 2-3 സർവീസ് റൺ ചെയ്യാനുണ്ട്. അതിനുവേണ്ടി ഉപയോഗിക്കാനുള്ള സെർവറാണ് ഇത്. ഞാനതിൻ്റെ ISO ഫയൽ അതിൽ കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ സെർവറിൽ പോയിട്ട് സെർവർ മാനേജറിൽ പോവുക. നമുക്കൊരു സർവീസ് എനേബിൾ ചെയ്യാണ്ട് അതിനുവേണ്ടി നമ്മൾ മാനേജർ പോവുക, ആഡ് റൂൾസ് ആൻഡ് ഫീച്ചേഴ്സ് പോവുക. അതിനുശേഷം നെക്സ്റ്റ് ഇവിടെ ഡിഫോൾട്ട് സെർവർ നമ്മൾ ലോക്കൽ സെർവറാണ് സെലക്ട് ആയിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം നമ്മൾ ഇവിടെ കാണാം ഹൈപ്പർ-വി ഈ സർവീസിനെ എനേബിൾ ചെയ്യുമ്പോൾ ഇത്രയും സർവീസുകൾ ഇതിൻ്റെ കൂടെ എനേബിൾ ആവും. ഇൻ്റർഫേസും കാര്യങ്ങളൊക്കെയാണ് ഡീറ്റെയിൽസ് ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, അത് എല്ലാ സർവീസും നമ്മുടെ എല്ലാം സർവീസ് ആഡ് ചെയ്യുക. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്തു. ഇതിന് ശേഷം നെക്സ്റ്റ് അടിക്കുന്നു, നെക്സ്റ്റ് പ്രസ് ചെയ്യുന്നു. അതിനുശേഷം വീണ്ടും നെക്സ്റ്റ് പ്രസ് ചെയ്യുന്നു. ഇവിടെ നമുക്ക് ഇൻ്റർഫേസ് സെലക്ട് ചെയ്ത് കൊടുക്കണം. ഇത് നമുക്ക് ആകെ ഒരു ഇൻ്റർഫേസ് ഇവിടെ കാണിക്കുന്നുള്ളൂ. കാരണം വെച്ചാൽ നമ്മൾ മറ്റുള്ള ഇൻ്റർഫേസ് ഒന്നും കണക്റ്റഡ് അല്ലാത്തതുകൊണ്ടാണ്. ഇപ്പം കുഴപ്പമൊന്നുമില്ല. ഇവിടെ നെറ്റ്വർക്ക് കണക്റ്റഡ് ആകുന്നതിന് നമുക്ക് ഏതാ നെറ്റ്വർക്ക് വേണ്ട, അല്ലെങ്കിൽ അതിൽ 3 നെറ്റ്വർക്ക് വേണമെന്നുണ്ടെങ്കിൽ 3നും വിർച്വൽ മെഷീനിലോട്ട് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ 3നും കണക്ട് ചെയ്യുക. ഇനി ഇവിടെ ചെയ്തില്ല വെച്ചാൽ കുഴപ്പമില്ല. ഇവിടെ നെക്സ്റ്റ് സെലക്ട് ചെയ്യുക. ഇത് മൈഗ്രേഷൻ ചെയ്യണം. ഇത് ലൈവ് മൈഗ്രേഷൻ നമ്മളിപ്പോൾ ഓൺ ആക്കുന്നില്ല. നമുക്കത് അടുത്തൊരു വീഡിയോയിൽ കാണിച്ചു തരാം. എങ്ങനെയാണ് മൈഗ്രേഷനും എങ്ങനെയാണ് മറ്റൊരു സെർവറിൽ നിന്ന് ഇങ്ങോട്ട് വിർച്വൽ മെഷീൻ മൂവ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളും ലൈവായിട്ട് മൈഗ്രേഷൻ കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം. ഓക്കെ, ഇവിടെ ഒന്നും ചെയ്യേണ്ട, നെക്സ്റ്റ് ചെയ്യുക. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം, നമ്മൾ എവിടേക്കാണ് നമ്മളിതിൻ്റെ
വിർച്വൽ ഹാർഡ് ഡിസ്ക് ഒക്കെ കോപ്പി ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നത്. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് ഞാൻ ഈ സിസ്റ്റത്തിന് സി ഡ്രൈവ്, അത് ഫിസിക്കൽ സെർവറിന് ആകെ 500 GB കപ്പാസിറ്റി സി ഡ്രൈവിന് കൊടുത്തിട്ടുള്ളൂ. പിന്നെ ഡി ഡ്രൈവിലാണ് ബാക്കി വരുന്ന ഏകദേശം ഒരു 5 TB സ്പേസ് കൊടുത്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ ബാക്കപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ ഒരിക്കലും സി ഡ്രൈവിൽ കോപ്പി ചെയ്യരുത്. ഏത് ഡാറ്റ ബാക്കപ്പ് ആയാലും ഫയൽസ്, സിസ്റ്റം ഫയൽസ് അല്ലാതെ ബാക്കി വിർച്വൽ മെഷീൻസ് കാര്യങ്ങളെല്ലാം നമ്മൾ അടുത്ത ഡ്രൈവിലോട്ട് വേണം കോപ്പി ചെയ്യാൻ. അത് ഇൻ കേസ് എന്തെങ്കിലും സി ഡ്രൈവിന് പ്രശ്നങ്ങൾ വന്നാലും ശരി, ചില ഫയൽസിന് പ്രശ്നങ്ങളൊന്നും വരാണ്ടിരിക്കാനാണ്. കാരണം ഈ ഫയൽ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വേറെ സെർവറിലോ അല്ലെങ്കിൽ സെർവറിലോ വോയിസ് റിക്കവർ ചെയ്തിട്ട് രജിസ്റ്റർ ചെയ്യാനും പറ്റും. ഓക്കെ, ഇവിടെ ഞാനൊരു പുതിയ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, Hyper-V സെർവേഴ്സ്. ഓക്കെ, എന്നൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഫോൾഡറിലോട്ടാണ് ഞാൻ അതിൻ്റെ ഡിസ്ക് എല്ലാം കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ട് ഡെസ്റ്റിനേഷൻ കാണിച്ചു കൊടുക്കുന്നത്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഡിസ്ക് PC പോകുന്നു, അതിനുശേഷം ഡി ഡ്രൈവ് പോകുന്നു, സെർവർ Hyper-V ഫോൾഡർ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, അതിനുശേഷം സി ഡ്രൈവ്, ഇവിടെ നമ്മൾ എന്ത് ചെയ്യാൻ ബെറ്റർ, നമുക്കിവിടെ ഇതിന് പ്രോഗ്രാം ഫയലൊക്കെ സെറ്റ് ചെയ്യാവുന്ന സി ഡ്രൈവിലാണ് കാണിച്ചിട്ടുള്ളത്, അത് നമ്മൾ ചേഞ്ച് ചെയ്യാം. ഓക്കെ, അതിനുവേണ്ടി നമ്മൾ Hyper-V സർവീസിൽ പോകുന്നു. ഇവിടെ നമ്മൾ പുതിയൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക, വിർച്വൽ മെഷീൻസ് VM എന്ന് പറഞ്ഞിട്ട് വിർച്വൽ മെഷീൻ വിർച്വൽ സർവേഴ്സ് ആണ്, വിർച്വൽ സർവേഴ്സ്. പിന്നെ അതിനുശേഷം നമ്മൾ പുതിയൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുന്നു, അതിന് VM സിസ്റ്റം ഫയൽസ് എന്ന് കൊടുക്കുക, സിസ്റ്റം ഫയൽ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, ഇത് രണ്ടിനും ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യുക, ഇനി നമ്മളിവിടെ ഡ്രൈവിലോട്ട് കൊടുക്കുക. ഓക്കെ, ഡ്രൈവർ സെലക്ട് ചെയ്യുക, അതിനുശേഷം ഡി ഡ്രൈവിൽ വരിക. ഞങ്ങൾ സെയിം സി ഡ്രൈവിൽ കൊടുത്ത പ്രശ്നമൊന്നുമില്ല. ഇൻ കേസ് എന്തെങ്കിലും OSൻ്റെ കറപ്ഷനോ അല്ലെങ്കിൽ OS ലോഡ് ചെയ്യാത്ത വിഷയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ അത് സർവീസ് റൺ ചെയ്യാതെ വരും. ഓക്കെ, എപ്പോഴും നമ്മൾ അടുത്ത ഡ്രൈവിലിട്ടാൽ നമുക്കൊരു ബാക്കപ്പ് ആയിട്ട് കിട്ടും. ഓക്കെ, സിസ്റ്റം ഫയൽസ് നമ്മൾ സെലക്ട് ചെയ്തു. ഇവിടെ നമ്മൾ മെഷീൻസ് വിർച്വൽ ഹാർഡ് ഡ്രൈവ് കോപ്പി ചെയ്യേണ്ട എവിടെയെന്ന് കൊടുത്തു, സർവേഴ്സിലാണ് കൊടുത്തിരിക്കുന്നത്. അതൊന്നുകൂടി ഡെസ്റ്റിനേഷൻ മാറ്റുക, നമ്മൾ അഡീഷണൽ ഫയൽ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അതിന് VM സർവേഴ്സ് കൊടുക്കുന്നു, അത് സെലക്ട് ചെയ്യുന്നു. അതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് റീസ്റ്റാർട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇൻ കേസ് നമുക്ക് ഈ സർവീസ് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം സിസ്റ്റം റീസ്റ്റാർട്ട് നിർബന്ധമാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് റീസ്റ്റാർട്ട് ആയിക്കോളും. അപ്പോൾ ഓട്ടോമാറ്റിക് സെർവർ റീസ്റ്റാർട്ട് ആയിട്ടുണ്ട്. സെർവർ റീസ്റ്റാർട്ട് ആയിട്ട് അപ്പായിട്ട് വരട്ടെ. അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, സെർവർ തിരിച്ച് ഓൺലൈൻ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാൻ വേണ്ടി നമ്മൾ പിങ് ഇട്ട് വെക്കുന്നുണ്ട്, 192.168.80.202 -T ആണ് ടൈമിൽ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് പിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഇവിടെ കാണാം നോട്ട് റീച്ചബിൾ ആണ്, റിക്വസ്റ്റ് ടൈം ഔട്ടാണ്. വൺസ് സെർവർ ബാക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് റീപ്ലൈ കിട്ടും. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ സെയിം സെർവറിനെ വീണ്ടും ആക്സസ് ചെയ്തിട്ട് Hyper-V ആപ്ലിക്കേഷൻസ് റൺ ചെയ്തിട്ട് ബാക്കി ഇൻസ്റ്റാളേഷൻ നോക്കാം. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ കാണാം സെർവർ അപ്പായിട്ടാണ് നമുക്ക് റീപ്ലൈ വരുന്നുണ്ട്. ഓക്കെ, അതിനുശേഷം നമ്മൾ എന്താ ചോദിച്ചാൽ വീണ്ടും സെയിം സെർവറിനെ നമ്മൾ റിമോട്ടിൽ ആക്സസ് ചെയ്യുന്നു. സെയിം സെർവറാണ്, സെർവർ നെയിം ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് സർവീസ് പ്രോപ്പറായിട്ട് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഓക്കെ, ഇൻസ്റ്റലേഷൻ സ്റ്റാർട്ടഡ് എന്ന് കാണിക്കുന്നത് ഇറ്റ്സ് ഓൾറെഡി ഡൺ ആണ്, അതുകൊണ്ട് നമുക്ക് സെർവർ റീസ്റ്റാർട്ട് ആയത്. ഓക്കെ, ഇവിടെ കാണാം ഇൻസ്റ്റലേഷൻ സക്സീഡഡ്. അതിനുശേഷം നമ്മൾ സർവീസ് ക്ലോസ് ചെയ്യുക, എന്നിട്ട് അതിനുശേഷം നമ്മൾ കൺസോൾ ഓപ്പൺ ആക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ടൂൾസിൽ വന്നിട്ട് Hyper-V മാനേജർ എടുക്കുന്നത്. ഈ Hyper-V മാനേജർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ വിർച്വൽ മെഷീൻസും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ വന്നു. ഇതിന് ശേഷം നമ്മൾ ഇനി എന്താ വെച്ചാൽ ഇനി ആണ് നമുക്ക് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാളേഷൻ കാര്യങ്ങളൊക്കെ വേണ്ടത്. അതിന് മുമ്പായിട്ട് നമ്മൾ ഒന്നുകൂടി നോക്കുക, നമ്മുടെ നെറ്റ്വർക്കിൻ്റെ സ്റ്റാറ്റസ് നോക്കുക. നെറ്റ്വർക്കിന് പ്രോപ്പർട്ടി പോകാൻ വേണ്ടിയിട്ട് റണ്ണിൽ ncpa.cpl അടിച്ച് നമുക്ക് നെറ്റ്വർക്കിൻ്റെ പ്രോപ്പർട്ടി പോകാം, എന്നിട്ട് പ്ലസ് ഓക്കെ. അതിനുശേഷം നമുക്കിവിടെ കാണാം ഒരു പോർട്ട് മാത്രമേ നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ളൂ, അതിനുശേഷമുള്ള NIC 2 3 ഒന്നും കണക്റ്റഡ് അല്ല, അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ആഡ് ചെയ്യാൻ പറ്റില്ല. അതിന് വേണ്ടിയിട്ട് ഈ സെർവറിൻ്റെ കേബിളെല്ലാം കണക്ട് ചെയ്തിട്ട് ഞാൻ ബാക്കി കാണിച്ചു തരാം. ഓക്കെ, നമുക്ക് ഞാനിപ്പോൾ എല്ലാം കണക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് കാണാം നമുക്ക് NIC എല്ലാം കണക്റ്റഡ് ആണ്. ഇനി നമ്മൾ എന്താ വെച്ചാൽ നമ്മളൊരു വിർച്വൽ മെഷീൻ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ സെർവറിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, അതിനുശേഷം ന്യൂ സെലക്ട് ചെയ്യുക, എന്നിട്ട് വ്യൂ വിർച്വൽ മെഷീൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം നെക്സ്റ്റ് വിർച്വൽ മെഷീൻ എന്താണ് നിങ്ങൾ പേര് കൊടുക്കാൻ ഉദ്ദേശിച്ചാൽ പേര് കൊടുക്കുക. ഓക്കെ, ഗേറ്റ് ആപ്ലിക്കേഷൻ ആണ്, സോ അതിന് വേണ്ടിയിട്ട് ഗേറ്റ് ആപ്പ് എന്നുള്ള ഒരു പേര് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഈ വിർച്വൽ മെഷീൻ സ്റ്റോർ ചെയ്യുന്നത് Hyper-V സെർവർ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഫോൾഡർ തന്നെയാണ് അത് സേവ് ചെയ്യുന്നത്. ഡീഫോൾട്ട് നമ്മൾ ഫസ്റ്റ് കോൺഫിഗർ ചെയ്തുകൊണ്ടാണ് നിങ്ങൾക്ക് കാണിക്കുന്നത്. ഇതാണ് കറക്റ്റ് ഡെസ്റ്റിനേഷൻ ഇപ്പോൾ ഉള്ളത്. അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് സെലക്ട് ചെയ്യുക. അതെല്ലാം നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ പുതിയൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യണമെന്ന് ചെയ്യുക, അതിലോട്ട് ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യുക. ഓക്കെ, അതെല്ലാം ഡിഫോൾട്ട് സെലക്ട് ചെയ്യുന്നു. ഇത് ആക്ച്വലി നിങ്ങൾക്ക് കാണാം ഡി ഡ്രൈവ് Hyper-V സർവീസിലാണ്, നമ്മൾ എവിടെയാണ് ഫോൾഡർ ക്രിയേറ്റ് ചെയ്തത് അവിടെ തന്നെയാണ് ഇത് കാണിക്കുന്നത്. സോ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് അടിക്കുക. ഇവിടെ നിന്ന് നമ്മൾ ജനറേഷൻ ഒന്ന് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം നെക്സ്റ്റ്. ഇവിടെ എത്ര GB RAM ആണ് നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ ആ സെർവറിന് എത്ര GB കപ്പാസിറ്റി കൊടുക്കുന്നത് വെച്ചാൽ നമ്മൾ അതിൻ്റെ RAM കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കാൽക്കുലേറ്റർ എടുക്കുന്നത്. നമ്മളൊരു 32 GB ആണ് ഈ സെർവറിന് RAM ആയിട്ട് കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ 1024 ×
32 GB 32 എന്നുള്ളത് 32768 വരും. ടോട്ടൽ നമ്പേഴ്സ് കിട്ടി. നമ്മളതിന് 32768 അടിക്കുക. അങ്ങനെ നമുക്ക് 32 GB കിട്ടും. എന്നിട്ട് നെക്സ്റ്റ് ചെയ്യുന്നു. ഇവിടെ നമുക്ക് നെറ്റ്വർക്ക് ഒന്നും കൊടുക്കാൻ പറ്റുന്നില്ല. നമ്മളത് നെറ്റ്വർക്ക് ആഡ് ചെയ്യാത്തതുകൊണ്ടാണ്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഇൻസ്റ്റലേഷൻ കഴിഞ്ഞിട്ട് നമ്മൾ നെറ്റ്വർക്ക് ആഡ് ചെയ്യുന്ന കാണിച്ചു തരാം. അതിനുശേഷം നമുക്ക് നെറ്റ്വർക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മളിപ്പോൾ നെക്സ്റ്റ് സെലക്ട് ചെയ്യാം. ഇവിടെ നമുക്ക് എത്ര GB ആണ് അതിന് വേണ്ടത് നോക്കുക. ഹാർഡ് ഡിസ്ക് സ്പേസ് ആണ് ഇവിടെ ചോദിക്കുന്നത്. ഞാൻ ഏകദേശം ഒരു 300 GB എനിക്ക് മതി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 300 GB സ്പേസ് കൊടുക്കുന്നത്. ഒരു 300 GB സ്പേസ് കൊടുക്കുന്നുണ്ട്. നമ്മുടെ വിർച്വൽ മെഷീൻ്റെ ഹാർഡ് ഡ്രൈവ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് വിർച്വൽ സർവർ VM സർവീസിലാണ്. സോ 300 GB നമ്മൾ സെലക്ട് ചെയ്തു. അതിനുശേഷം നെക്സ്റ്റ്, അതിനുവേണ്ടി രണ്ടാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇവിടെ ഇവിടെ ഫസ്റ്റത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റാൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലേറ്റർ. അത് നമുക്ക് ഇപ്പോൾ ജസ്റ്റ് സെറ്റപ്പ് ചെയ്തിട്ട് ഇൻസ്റ്റാളേഷൻ പിന്നെ വേണമെങ്കിൽ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ സെക്കൻഡ് ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. CD എന്നല്ല, നമ്മൾ ISO ഫയലാണ്. നമ്മൾ ഡി ഡ്രൈവിൽ കോപ്പി ചെയ്ത ISO ഫയലാണ്. സോ അതിന് വേണ്ടി നമ്മൾ ISO ഫയൽ സെലക്ട് ചെയ്യുന്നു. ബ്രൗസർ സെലക്ട് ചെയ്യുക, ഡി ഡ്രൈവ് സെലക്ട് ചെയ്യുക. നമ്മൾ കോപ്പി ചെയ്ത് വെച്ചിരിക്കുന്ന ISO ഫയൽ ഓപ്പൺ ചെയ്യുക, ഫയൽ കാണിച്ചു കൊടുക്കുക. ദെൻ നെക്സ്റ്റ് അടിക്കുക, ഫിനിഷ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ വിർച്വൽ മെഷീൻസ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. പക്ഷേ നമ്മൾ ആ സെറ്റപ്പ് ഇൻസ്റ്റാളേഷൻ ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അത് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. സ്റ്റാർട്ട് ചെയ്തിട്ട് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുക. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ സിസ്റ്റം ബൂട്ട് ചെയ്യും, iOS ബൂട്ട് ചെയ്യുമ്പോൾ ഇൻസ്റ്റാളേഷൻ കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് വരും. അതിനുശേഷം നമ്മൾ വിൻഡോസ് 2000 സെർവറൊക്കെ ഫിസിക്കൽ സെർവർ എങ്ങനെയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് ചെയ്യാനുള്ളത്. എങ്കിലും ഞാൻ സ്റ്റെപ്പായിട്ട് പെട്ടെന്ന് കാണിച്ചു തരാം. ഓക്കെ, നെക്സ്റ്റ് അടിക്കുന്നു, ഇൻസ്റ്റാൾ നൗ. ഏതാ വെർഷൻ വേണ്ടത് വെച്ചാൽ സെലക്ട് ചെയ്യുന്നു. ഡാറ്റ സെൻറ്ററാണ് വേണ്ടത്, നമ്മൾ സെലക്ട് ചെയ്യുന്നു. ആക്സെപ്റ്റ് ചെയ്യുക. ലൈസൻസ് ആൻഡ് ടേംസ് മൈക്രോസോഫ്റ്റിൻ്റെ. നെക്സ്റ്റ്. ഇവിടെ 300 GB നമുക്ക് കാണിക്കുന്നുണ്ട്. നമ്മൾ അതിൽ നിന്നൊരു 150 GB മാത്രമാണ് സിക്ക് അലോക്കേറ്റ് ചെയ്യുന്നത്. 150 GB ഉണ്ടാവണം, നല്ലതാണ്. ഇൻ കേസ് അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വേണ്ടി വന്നാൽ സ്പേസ് അത്യാവശ്യം വേണം. 150 GB നമ്മൾ അലോക്കേറ്റ് ചെയ്യുന്നു സി ഡ്രൈവിന് വേണ്ടിയിട്ട്. അതിന് ശേഷം നമ്മൾ ബാക്കിയുള്ള സ്പേസിന് അടുത്ത ഡ്രൈവായിട്ട് എനേബിൾ ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഫസ്റ്റ് ഡ്രൈവ് സെലക്ട് ചെയ്തിട്ട് നെക്സ്റ്റ് ചെയ്യുന്നു. വിൻഡോസ് 10 ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യുന്ന അതേപോലെ തന്നെ നമ്മൾ ഇൻസ്റ്റാളേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യുക. ലോഗിൻ ആയിട്ടുണ്ട്, വിൻഡോസ് പ്രോപ്പറായിട്ട് ബൂട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യുക, സിസ്റ്റത്തിൽ കയറിയിട്ട് നമ്മൾ സെറ്റപ്പും കാര്യങ്ങളൊക്കെ എന്താണോ സെർവറായിട്ട് ഉദ്ദേശിച്ചാൽ ഈ സെർവറിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുക. അതിന് മുമ്പ് എല്ലാപ്പോഴും പറയുന്ന പോലെ അപ്ഡേറ്റും കാര്യങ്ങളും നെറ്റ്വർക്ക് സെറ്റിങ്സും കാര്യങ്ങളും എല്ലാം പ്രോപ്പറാക്കുക. ഓക്കെ, നെറ്റ്വർക്ക് സെറ്റിങ്സ് പറഞ്ഞപ്പോഴാണ് നമ്മളിത് ഈ വെർച്വൽ മെഷീൻ ഇതുവരെയായിട്ട് നെറ്റ്വർക്കായിട്ട് കണക്ട് ചെയ്തിട്ടില്ല. അതിനുവേണ്ടി നമ്മൾ ഹൈപ്പർ-വിയിലോട്ട് നെറ്റ്വർക്ക് ആഡ് ചെയ്ത് കൊടുക്കാണ്ട് ഈ ആപ്ലിക്കേഷൻ ഈ VMനെ ക്ലോസ് ചെയ്യുന്നു. ഇവൻ ബാക്ക്ഗ്രൗണ്ടിൽ സിസ്റ്റം റണ്ണിങ് ആണ്, കുഴപ്പമൊന്നുമില്ല, പ്രശ്നമില്ല. നമ്മളിവിടെ വരിക, ഹൈപ്പർ-വൈ മാനേജറിൻ്റെ താഴെ നമ്മൾ സർവർ സെലക്ട് ചെയ്തിട്ട് നമ്മൾ വിർച്വൽ സ്വിച്ച് മാനേജറിൽ പോവുക. അതിനുശേഷം നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യണം, ക്രിയേറ്റ് വിർച്വൽ നെറ്റ്വർക്ക്. ഇവിടെ നമ്മൾ NIC2 എന്ന് കാണിക്കുന്നുണ്ട്. NIC2 ആണ് നമ്മളിത് കണക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് NIC എല്ലാ പോർട്ടും കാണിക്കും. ബ്രോഡ്കാസ്റ്റ് NIC2 ആണിത്. ഇവിടെ സെലക്ട് ചെയ്യുന്നു. അടുത്ത നെറ്റ്വർക്ക് വേണമെങ്കിൽ അതും ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇവിടെ നെറ്റ്വർക്ക് ഒരെണ്ണം ആഡ് ചെയ്തു. എക്സ്റ്റേണലാണ്. ഇൻറ്റേർണൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇൻറ്റേർണൽ നെറ്റ്വർക്ക് നമ്മൾ ഫിസിക്കൽ നെറ്റ്വർക്കിനായിട്ട് ഒരു ബന്ധം വരില്ല. ഓക്കെ, നമ്മൾ എക്സ്റ്റേണലാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഒരു നെറ്റ്വർക്ക് നമ്മൾ ആഡ് ചെയ്തു, NIC2 ആഡ് ചെയ്തു. ഈ നെറ്റ്വർക്ക് എങ്ങനെയാണ് ഇനി നമ്മൾ സെർവറിൽ ആഡ് ചെയ്യാമെന്നുള്ളത് കാണിച്ചു തരാം. നമ്മളിപ്പോൾ ഇൻസ്റ്റാൾ ചെയ്ത് സെർവറിൽ എങ്ങനെ ആഡ് ചെയ്യാമെന്നുള്ളത് കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം സെർവർ ഒന്ന് കണക്ട് ചെയ്ത് നോക്കുക. കണക്ട് ചെയ്ത് നമുക്ക് ഇവിടെ കിട്ടും. ഇവിടെ നമ്മൾ നോക്കുക, ncp.cpl അടിക്കുക, ncpa.cpl. ഫിസിക്കലി നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എല്ലാ നെറ്റ്വർക്കും കണക്റ്റഡ് ആകും. പക്ഷേ നമ്മളെ വിർച്വൽ മെഷീനായിട്ട് കണക്റ്റഡ് അല്ല. അപ്പോൾ അതിന് വേണ്ടി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ ഫയൽസിൽ പോകണം. വിർച്വൽ മെഷീനിൻ്റെ ഫയൽസിൽ പോവുക, സെലക്ട് ചെയ്ത വിർച്വൽ മെഷീൻ, അതായത് നമ്മൾ ഏത് വിർച്വൽ മെഷീനിലാണോ വർക്ക് ചെയ്യുന്നത് അതിൻ്റെതാണ്, അല്ലാതെ ഹൈപ്പർ-വി മാനേജറിൻ്റെ അല്ല. ഫയൽസിൻ്റെ സെറ്റിങ്സ് പോകുന്നു, അതിനുശേഷം നെറ്റ്വർക്കിൽ പോകുന്നു. ഇവിടെ ഒന്നും കണക്റ്റഡ് അല്ല. അപ്പോൾ ഞാനിപ്പോൾ LAN 2 കണക്ട് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ LAN 2 ടൈപ്പ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതോടെ കണക്റ്റഡ് ആവും. ഓക്കെ, ഇവിടുത്തെ കണക്റ്റഡ് ആയി. ഇവിടെ നെറ്റ്വർക്ക് ഡിസ്കവറി ഓൺ ചെയ്യണമെന്ന് ചോദിക്കുന്നുണ്ട്. ജസ്റ്റ് ഓൺ ചെയ്യുക. നമ്മൾ അതിനുശേഷം എന്താ നമുക്ക് വേണം സെറ്റപ്പ് വേണമെന്ന് നോക്കാം. അതുപോലെ തന്നെ പുതിയ IP വന്നിട്ടുണ്ടോ നോക്കാം. നമ്മൾ DHCP-ലാണ് ഇത് കണക്ട് ചെയ്തിട്ടുള്ളത്. നമ്മളൊരിക്കലും സെർവറൊന്നും DHCP-ലല്ല വർക്ക് ചെയ്യുക, സ്റ്റാറ്റിക് IP കൊടുക്കുക. നമ്മൾ DHCP ജനറേറ്റ് ആയിട്ടുണ്ടാവും, ഇവിടെ കാണാൻ പറ്റും 92 IP വന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ പ്രോപ്പറായിട്ട് ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാം ഇൻ്റർനെറ്റ് ആക്സസും കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ അതിനുശേഷം വിൻഡോസ് അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. എപ്പോഴും അപ്ഡേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതിന് ശേഷം നമുക്ക് ആപ്ലിക്കേഷനൊക്കെ ഇൻസ്റ്റാൾ ചെയ്താൽ മതി. ഓക്കെ, ഇവിടെ ഇൻ്റർനെറ്റ് ആക്സസും കാര്യങ്ങളൊക്കെ നടക്കുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് വിർച്വൽ സർവീസും ക്രിയേറ്റ് ചെയ്യാണ്. വിൻഡോസ് 2019 വെർഷനിൽ വിർച്വൽ സർവർ ക്രിയേറ്റിൽ ഇങ്ങനെ ഈ ഒരു സ്റ്റെപ്പ് ഫോളോ ചെയ്താൽ മതി. അതുപോലെ നിങ്ങൾക്ക് എത്ര സർവീസ് വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാം.
താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.